We will start a chapter on accounting for taxation with reference to Indian accounting standard number 12. The importance is അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത് ഡിസ്ക്ലോസ് ചെയ്യുന്നത് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ എൻഡിൽ മനസ്സിലാവും. അപ്പോൾ അതിൽ തന്നെ വൈ ഡു വി നീഡ് സച്ച് ആൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോർ ടാക്സസ്? ഒരു പ്രത്യേക അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്തിനാണ് ടാക്സസിൻ്റെ അല്ലെങ്കിൽ ഇൻകം ടാക്സിൻ്റെ റെക്കോർഡിന് വേണ്ടി? അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംടൈം ചിലപ്പോൾ അക്കൗണ്ടിങ് പ്രോഫിറ്റും ഇൻകം ടാക്സ് പ്രോഫിറ്റും തമ്മിൽ ചില ഡിഫറൻസ് ഉണ്ടാവും. എന്താണ് ഈ അക്കൗണ്ടിങ് പ്രോഫിറ്റ്, എന്താണ് ഈ ഇൻകം ടാക്സ് പ്രോഫിറ്റ്? അക്കൗണ്ടിങ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് പോളിസീസ് ഉപയോഗിച്ച് ജേർണലൈസ് ചെയ്യുക, ലെഡ്ജറൈസ് ചെയ്യുക, അതിനുശേഷം ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുക, അതിൽ നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് ഉണ്ടാക്കുക, നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷനും ഫിനാൻഷ്യൽ പെർഫോമൻസ്, അതായത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കും. അതാണ് അക്കൗണ്ടിങ് പ്രോഫിറ്റ്. ഇൻകം ടാക്സ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ആക്ട് 1961 പ്രൊവിഷൻസ് അനുസരിച്ച് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ് ഇൻകം ടാക്സ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻകം ടാക്സ് പ്രോഫിറ്റും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ ഉപയോഗിച്ച് ചെയ്ത അക്കൗണ്ടിങ് പ്രോഫിറ്റും നമ്മൾ ചിലപ്പോൾ മാച്ച് ചെയ്യില്ല. അതിൽ ബി ഡിഫറൻസസ്. ആ ഡിഫറൻസസ് ചിലപ്പോൾ ടെമ്പററി ഡിഫറൻസസും ഉണ്ടാവാം, ടൈമിംഗ് ഡിഫറൻസും ഉണ്ടാവാം. ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 12 എന്താണെന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് ടെക്നിക്കൽ ടേംസ് ഉണ്ട്, ജാർഗൺസ്, ടെർമിനോളജീസ് എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റും നമ്പർ 1 ആയിട്ടുള്ള ടേമാണ് കറണ്ട് ടാക്സ്. കറണ്ട് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് പേയബിൾ ബൈ എൻ അസസി ഡ്യൂറിങ് എൻ അസസ്മെൻറ്റ് ഇയർ അക്കോർഡിംഗ് ടു ദ പ്രൊവിഷൻസ് ഓഫ് ഇൻകം ടാക്സ് ആക്ട് 1961. ഇൻകം ടാക്സ് ആക്ടിലെ പ്രൊവിഷൻസ് ഉപയോഗിച്ച് എത്രയാണോ ടാക്സ് പേയബിൾ ആയിട്ടുള്ള ആ ലയബിലിറ്റീനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് കറണ്ട് ടാക്സ്. അതായത് കറണ്ട് ഇയറിലെ ടാക്സ് പേയബിൾ, അതായത് ടാക്സ് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതിനാണ് എന്താ പറയുക, കറണ്ട് ടാക്സ്. Second terminology എന്ന് പറയുന്നത് deferred tax. എന്താ deferred tax? It's a tax which is to be created because of certain differences. എന്താണ് ഈ ഡിഫറൻസസ് എന്നുള്ളത് നമുക്കൊരു ഇല്ലസ്ട്രേഷനിലൂടെ നോക്കാം. നമുക്ക് അസ്യൂം ചെയ്യാം there is a company and its profit before depreciation is ₹1 lakh. അത് അക്കൗണ്ടിങ് പ്രോഫിറ്റും 1 lakh തന്നെയാണ്, ഇൻകം ടാക്സ് പ്രോഫിറ്റും 1 lakh ആണ്. നമ്മൾ അസ്യൂം ചെയ്യുകയാണ് അക്കൗണ്ടിങ് പ്രോഫിറ്റ് ആൻഡ് ഇൻകം ടാക്സ് പ്രോഫിറ്റ് ഈസ് സെയിം and that is ₹1 lakh. സെക്കൻഡ് അസംഷൻ എന്ന് പറഞ്ഞാൽ there is an asset valuing ₹1 lakh in the company. ഒരു അസറ്റ് ഉണ്ട്, അസറ്റിൻ്റെ വാല്യൂ നമ്മൾ അസ്യൂം ചെയ്യണം ₹1 lakh ആൻഡ് ദ ഡിപ്രീസിയേഷൻ ടു ബി പ്രൊവൈഡഡ് ഈസ് 25% ഓൺ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. ആൻഡ് ഇൻകം ടാക്സ് പ്രൊവിഷൻസ് അനുസരിച്ച് അതിൻ്റെ ആ അസറ്റിൻ്റെ ആ പെർട്ടിക്കുലർ അസറ്റിൻ്റെ ഡിപ്രീസിയബിൾ റേറ്റ് എന്ന് പറയുന്നത് 100% ആണ്. അതേസമയം നമ്മൾ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സും പ്രിൻസിപ്പിൾസും ഉപയോഗിക്കുമ്പോൾ നമ്മൾ എത്ര ഡിപ്രീസിയേഷൻ റേറ്റ് 25% നമ്മൾ അസംഷനാണ്. ആൻഡ് തേർഡ് അസംഷൻ ഈസ് ഇൻകം ടാക്സ് റേറ്റ് 30% ആണ്. നമ്മൾ ഈ അസംഷൻസ് ഉപയോഗിച്ച് 4 ഫിനാൻഷ്യൽ ഇയറിലെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ പ്രിപ്പയർ ചെയ്യണം? ഒന്ന് അക്കൗണ്ടിങ് പ്രോഫിറ്റും പ്രിപ്പയർ ചെയ്യണം, ഒന്ന് ഇൻകം ടാക്സ് പ്രൊവിഷൻസ് അനുസരിച്ച് ഇൻകം ടാക്സ് പ്രോഫിറ്റും പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഓരോ വർഷവും നമ്മൾ 2 സെറ്റ് ഓഫ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം, അക്കൗണ്ടിങ് പ്രോഫിറ്റ് ആൻഡ് ഇൻകം ടാക്സ് പ്രോഫിറ്റ്. നമ്മൾ ആദ്യത്തെ വർഷം, അതായത് ഇയർ 1 പ്രോഫിറ്റ് ബിഫോർ ഡിപ്രീസിയേഷൻ ടാക്സ് നമ്മൾ അസ്യൂം ചെയ്തു ഇറ്റ്സ് ₹1 lakh. രണ്ടിലും സെയിം തന്നെയാണെന്ന് അസ്യൂം ചെയ്തു, ഇൻകം ടാക്സ് റെക്കോർഡ്സ് പ്രകാരം അക്കൗണ്ടിങ് റെക്കോർഡ്സ് പ്രകാരം. ഡിപ്രീസിയേഷൻ 25% ആണ് അക്കൗണ്ടിങ് റെക്കോർഡ്സ് പ്രകാരം. 25% ഈസ് ഓഫ് അസറ്റ് ഈസ് 1 lakh. അതായത് 25% ഓഫ് 1 lakh എന്ന് പറയുമ്പോൾ ഡിപ്രീസിയേഷൻ ഈസ് 25,000. ആൻഡ് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം 100% ആണ് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതുകൊണ്ട് അസറ്റിൻ്റെ വാല്യൂ 1 lakh ആണ്. 100% എന്ന് പറയുമ്പോൾ ഡിപ്രീസിയേഷൻ 1 lakh തന്നെ വരും. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് അക്കൗണ്ടിങ് റെക്കോർഡ് പ്രകാരം 75,000 ആണ്. ദാറ്റ് ഈസ് 1 lakh മൈനസ് ഡിപ്രീസിയേഷൻ 25,000, 75,000. ഇൻകം ടാക്സ് ആക്ട് പ്രകാരം പ്രോഫിറ്റ് ഈസ് നിൽ. അതുകൊണ്ട് തന്നെ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ദർ ഈസ് നോ ടാക്സ് പേയബിൾ ഡ്യൂറിങ് ദാറ്റ് ഇയർ. അതായത് ഇയർ 1 ടാക്സ് പേയബിളേ അല്ല, ബിക്കോസ് പ്രോഫിറ്റ് ഈസ് നിൽ, ഇൻകം ഈസ് നിൽ, സോ ദർ ഈസ് നോ ടാക്സ്. അതേസമയം അക്കൗണ്ടിങ് റെക്കോർഡ്സ് പ്രകാരം ടാക്സ് എത്രയാണ് കൊടുക്കാനുള്ളത്? ടാക്സ് പേയബിൾ ഈസ് 22,500. അപ്പോൾ നമ്മൾ ഇൻകം ടാക്സ് എങ്ങനെയാണ് പേ ചെയ്യുന്നത്? ഇൻകം ടാക്സ് പ്രൊവിഷൻസ് അനുസരിച്ചാണ്. അപ്പോൾ ഇൻകം ടാക്സ് പ്രൊവിഷൻസ് അനുസരിച്ച് പേയബിൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പേ ചെയ്യേണ്ട കാര്യമില്ല. അപ്പം നമ്മൾ വിചാരിക്കും ഇതൊരു ടാക്സ് സേവിങ്സ് ആണെന്ന്. ഈ 22,500 എന്ന് പറയുന്നത് ടാക്സ് സേവിങ്സ് ആണ്. ആക്ച്വലി നമ്മുടെ പ്രോഫിറ്റ് 75 ഉണ്ട്, പേയബിൾ 22,500 ഉണ്ട്, പക്ഷെ നമ്മൾ കൊടുക്കുന്ന എത്ര 0. ടാക്സ് സേവിങ്സ് ആണ് നമുക്കൊരു തോന്നലുണ്ടാവും. ഇറ്റ് അപ്പിയേഴ്സ് ദാറ്റ് ഇറ്റ് ഈസ് എ ടാക്സ് സേവിങ്. പക്ഷെ അങ്ങനെയല്ല. അത് നമുക്ക് ഇയർ 2, ഇയർ 3, ഇയർ 4 ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് കൂടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നോക്കാം എങ്ങനെയാണെന്ന്. ഇയർ 2 സെയിം എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് തന്നെയാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. അതായത് 1 lakh തന്നെ, 2 റെക്കോർഡ്സ് പ്രകാരം 1 lakh. ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ് റെക്കോർഡ്സ് പ്രകാരം 25,000 വരും. ഇൻകം ടാക്സ് റെക്കോർഡ് പ്രകാരം ഡിപ്രീസിയേഷൻ ഈസ് 0. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ
ഫസ്റ്റ് ഇയർ തന്നെ 100% ഓഫ് ദ അസറ്റും റൈറ്റ് ഓഫ് ചെയ്തു. അപ്പോൾ പിന്നെ ഈ വർഷം ഡിപ്രീസിയേഷൻ വരില്ല. അതായത് ഇയർ 2-ൽ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഡിപ്രീസിയേഷൻ ഈസ് 0. അപ്പോൾ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എത്ര വരും? അക്കൗണ്ടിങ് റെക്കോർഡ്സ് പ്രകാരം 75,000ഉം ഇൻകം ടാക്സ് ആക്ട് പ്രകാരം 1 lakh, അതായത് 1 lakh ലെസ് 0 ഡിപ്രീസിയേഷൻ 1 lakh. അപ്പോൾ ടാക്സ് പേബിൾ എത്രയാണ്? 22,500 ആസ് പെർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് 30,000 ആസ് പെർ ഇൻകം ടാക്സ് റെക്കോർഡ്സ്. അതായത് നമ്മൾ ഇയർ 2-ൽ ഒരു 7,500 റുപ്പീസ് ഇംപ്ലിസിറ്റ്ലി എക്സ്ട്രാ പേ ചെയ്തു. അതായത് 22,500 കൊടുക്കേണ്ട സ്ഥാനത്ത് നമ്മൾ എത്രയാണ് കൊടുത്തത്? 30,000 കൂടുതൽ അല്ലേ? അതുപോലെ തന്നെയാണ് സിറ്റുവേഷൻ ഇയർ 3-ലും ഇയർ 4-ലും. സെയിം എമൗണ്ട് ഓഫ് പ്രോഫിറ്റ്, സെയിം എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ആൻഡ് സെയിം എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആൻഡ് ടാക്സ് ഈസ് അസ്യൂംഡ് ടു ബി 30%. സോ 22,500 30,000. നമ്മൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 4 വർഷം അക്കൗണ്ടിങ് റെക്കോർഡ് പ്രകാരം ടാക്സ് 22,500 ആണ്. ഇയർ 1, ഇയർ 2, ഇയർ 3 ആൻഡ് ഇയർ 4 22,500. ഇതിൻ്റെ സം ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90,000 ആണ്. അതായത് 22,500 ഇൻറ്റു 4, അതായത് 90,000. ഇനി ഇൻകം ടാക്സ് ആക്ട് പ്രകാരം നമ്മൾ എത്ര ടാക്സ് പേ ചെയ്യുന്നത്? അതായത് 30,000 3 വർഷം. ആദ്യത്തെ വർഷം 0, സെക്കൻഡ് ഇയർ 30,000, തേർഡ് ഇയർ 30,000, ഫോർത്ത് ഇയർ 30,000, അങ്ങനെ 90,000. അപ്പോൾ നമ്മൾക്ക് ആദ്യത്തെ വർഷം ടാക്സ് ഒന്നും പേ ചെയ്തില്ല, പക്ഷേ നമ്മൾക്ക് തോന്നി ടാക്സ് സേവ് ചെയ്തതാണ്. പക്ഷേ നമ്മൾ ടാക്സ് സേവ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ടിങ് ബുക്സ് പ്രകാരം ഇൻകം ടാക്സ് ബുക്ക് പ്രകാരം 90,000 തന്നെയാണ് നമ്മൾ ടാക്സ് ഇവഞ്ച്വലി പേ ചെയ്തേക്കുന്നത്. അപ്പോൾ ആക്ച്വലി നമ്മൾ ഫസ്റ്റ് ഇയർ 0 ആയത് ടാക്സ് സേവ് ചെയ്യല്ല, നമ്മൾ എന്ത് ചെയ്തു? ആ പേയ്മെൻറ്റ് നമ്മൾ പോസ്റ്റ്പോൺ ചെയ്തു. അതായത് പിന്നീടുള്ള വർഷങ്ങളിലേക്ക് നമ്മൾ പോസ്റ്റ്പോൺ ചെയ്തു ആ പേയ്മെൻറ്റ് ഓഫ് ടാക്സ്. അതായത് ഡെഫർ ചെയ്തു, ടാക്സ് പേയ്മെൻറ്റിന് ഡെഫർ ചെയ്തു. അതായത് നമ്മൾ ഓരോ വർഷവും സെക്കൻഡ് ഇയർ മുതൽ എക്സ്ട്രാ എത്ര പേ ചെയ്തേക്കുന്നത്? 7,500. ആ 7,500 ഇൻറ്റു 3 വർഷമാണ് നമ്മൾ എക്സ്ട്രാ പേ ചെയ്തത്. ഇൻറ്റു 3 പറഞ്ഞു കഴിഞ്ഞാൽ 22,500. അതായത് നമ്മൾ ആദ്യത്തെ വർഷം സേവ് ചെയ്തു എന്ന് വിചാരിച്ച് നമ്മൾ പിന്നീടുള്ള 3 വർഷങ്ങളിലായിട്ട് കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാ പേയ്മെൻറ്റ് അല്ലേ? അതിനെയാണ് നമ്മൾ പറയുന്നത് ഡെഫർ ടാക്സ്. അതായത് ടാക്സിനെ നമ്മൾ ഡെഫർ ചെയ്തു, അതായത് പോസ്റ്റ്പോൺ ചെയ്തു. ഇനി ഈ ക്രിയേറ്റ് ചെയ്ത ഡിഫറൻസിനെ നമ്മൾ എന്ത് പറയുക? ഡെഫർ ടാക്സ്. ഇതെങ്ങനെയാണ് വരിക? ചില ടെമ്പററി ഡിഫറൻസ്, അതായത് ആദ്യത്തെ വർഷത്തെ ഡിപ്രീസിയേഷൻ്റെ ഡിഫറൻസ് കൊണ്ട് വന്ന ടെമ്പററി ഡിഫറൻസ് കൊണ്ടാണ് നമ്മൾ ഡെഫേർഡ് ടാക്സ് ഉണ്ടായത്. ഈ സിറ്റുവേഷനിൽ എന്താ സംഭവിക്കുക? ഒന്നില്ലെങ്കിൽ നമ്മൾ ആദ്യത്തെ വർഷം കുറച്ച് ടാക്സ് പേ ചെയ്യും. അതിൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീടുള്ള വർഷങ്ങളിൽ കൂടുതൽ ടാക്സ് പേ ചെയ്യേണ്ടി വരും. ചില സമയത്ത് നമ്മൾ ആദ്യത്തെ വർഷം കൂടുതൽ ടാക്സ് പേ ചെയ്തിട്ടുണ്ടാകും. അതായത് അക്കൗണ്ടിങ് റെക്കോർഡ്സ് പ്രകാരം കൂടുതൽ നമ്മൾ ടാക്സ് ഇൻകം ടാക്സിൽ പേ ചെയ്തിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഫ്യൂച്ചർ പീരീഡിൽ നമ്മൾക്ക് ലെസ് ടാക്സ് കൊടുത്താൽ മതി. മനസ്സിലായില്ലേ? ഇനി നമുക്ക് അക്കൗണ്ടിങ് ബുക്സിൽ എങ്ങനെയാണ് ഇഫക്റ്റ് വരുന്നത് നോക്കാം. അതായത് സപ്പോസ് ഇയർ 1-ൽ സെയിൽസ് 5 lakh ആണ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 1 lakh ആണ്, ഡിപ്രീസിയേഷൻ നമ്മളുടെ 25,000, അതായത് 1 lakhൻ്റെ 25%. അസറ്റിൻ്റെ വാല്യൂ 1 lakh ആയിരുന്നു നമ്മളുടെ അസംഷനിൽ, 25% ഡിപ്രീസിയേഷൻ റേറ്റ്. സോ ഡിപ്രീസിയേഷൻ ഈസ് 25,000. ടാക്സ് എത്രയാണ്? ടാക്സ് ഇൻകം ടാക്സ് പോർഷൻ പ്രകാരം കൊടുക്കാനൊന്നുമില്ല, അതുകൊണ്ട് നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് 0 ആണ്. പക്ഷേ ഇതിൻ്റെ എഫക്റ്റ് എങ്ങനെയാണെന്ന് പറയുന്നത് നമ്മൾ ടാക്സ് ഡെഫർ ചെയ്യുകയാണ്. അപ്പോൾ അത് കമ്മിങ് പീരീഡിൽ അത് റിവേഴ്സ് ചെയ്യേണ്ടി വരും. എങ്ങനെയാണ്? നമ്മളൊരു ഡെഫേർഡ് ടാക്സ് ആദ്യത്തെ വർഷം ടാക്സ് സേവിങ്സ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ആദ്യത്തെ വർഷം എത്ര അക്കൗണ്ടിങ് റെക്കോർഡ്സ് പ്രകാരം ടാക്സ് വന്ന് 22,500. അത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പോസ്റ്റ്പോൺ ചെയ്യണം. അപ്പോൾ നമ്മളൊരു ജേണൽ എൻട്രി പാസ് ചെയ്യണം. ആ ജേണൽ എൻട്രിയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി. അതായത് പിന്നീടുള്ള വർഷങ്ങളിൽ കൂടുതൽ കൊടുക്കാനുണ്ട്, ലയബിലിറ്റിയാണ്. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ 22,500 ടു ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി 22,500. ഈ 22,500 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയർ 1-ൽ നമ്മൾ അക്കൗണ്ടിങ് റെക്കോർഡ്സ് പ്രകാരം കൊടുക്കാനുള്ളതാണ്. ഇത് നമ്മൾ ഇൻകം ടാക്സ് റെക്കോർഡ് പ്രകാരം കൊടുക്കുന്നില്ല. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ പേയ്മെൻറ്റ് നമ്മൾ 3 വർഷങ്ങൾ അടുത്ത ഇയർ 2, ഇയർ 3, ഇയർ 4 പോസ്റ്റ്പോൺ ചെയ്യുകയാണ്. അതായത് 7,500 എക്സ്ട്രാ പേ ചെയ്ത് പോസ്റ്റ്പോൺ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ജേണൽ എൻട്രി ഇടും. അതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി. ഇനി ഇയർ 2-ൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. ഇയർ 2-ൽ സപ്പോസ് സെയിൽസ് സെയിം തന്നെ 5 lakh, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 1 lakh, ഡിപ്രീസിയേഷൻ എത്ര? അക്കൗണ്ടിങ് റെക്കോർഡ്സ് പ്രകാരം 25% ആണ്, അതായത് 25,000. ടാക്സ് ഇൻകം ടാക്സ് റെക്കോർഡ്സ് പ്രകാരം നമ്മൾ എത്ര ടാക്സാണ് കൊടുക്കാനുള്ളത്? 30,000. ഇൻകം ടാക്സ് റെക്കോർഡ് പ്രകാരം നമ്മൾ 30,000 കൊടുക്കാനുണ്ട്. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇൻകം ഒരു ഡെഫേർഡ് ടാക്സ് എന്ന് പറഞ്ഞൊരു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് പോലെ. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എങ്ങനെയാണ്? നമ്മളത് കൊടുത്തു കഴിയുമ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസിനെ റിവേഴ്സ് ചെയ്യണം. ഇയർ 2-ൽ നമ്മൾ
30,000 ആണ് കൊടുക്കുന്നത്. പക്ഷേ എത്രയാണ് കൊടുക്കേണ്ടിയിരുന്നുള്ളൂ? 22,500. അതായത് നമ്മൾ 7,500 എക്സ്ട്രാ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് പോലെയാണ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യം ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീനെ ക്രെഡിറ്റ് ചെയ്തതിന് റിവേഴ്സ് ചെയ്യണം സെക്കൻഡ് ഇയർ നമ്മൾ എത്രയാണ് പോസ്റ്റ്പോൺ ചെയ്ത് കൊടുക്കുന്നത്? 7,500. അപ്പോൾ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി അക്കൗണ്ട് ഡാറ്റ 7,500 ടു P&L അക്കൗണ്ട് എത്രയാണ്? 7,500. അതായത് നമ്മൾ ഇയർ 2-ൽ പോസ്റ്റ്പോൺ ചെയ്ത എമൗണ്ടിനെ റിവേഴ്സ് ചെയ്യുകയാണ്. അപ്പോൾ ഇൻ എഫക്റ്റ് എത്രയാണ്? നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ ഡെബിറ്റ് സൈഡിൽ കറണ്ട് ടാക്സ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ 30,000 കാണിക്കും. ക്രെഡിറ്റ് സൈഡിൽ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി റിവേഴ്സൽ എന്ന് പറഞ്ഞാൽ 7,500. അപ്പോൾ നെറ്റ് എഫക്റ്റ് എത്രയാണ്? 22,500 നമ്മൾ കൊടുക്കുന്നുള്ളൂ. ഇനി നമ്മൾ അടുത്ത് മനസ്സിലാക്കേണ്ട കുറച്ച് കീ ടേംസ്. ഇപ്പോൾ ഇതാണ് ഇപ്പോൾ പറഞ്ഞാണ് ഡെഫേർഡ് ടാക്സിൻ്റെ കൺസെപ്റ്റ്. അടുത്ത കീ ടേംസ് എന്ന് പറയുന്നത് 3 കീ ടേംസ് ആണുള്ളത്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ കീ ടേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കീ ടേംസ് ആണ്. നമ്മളതിൽ 4ാമത്തെ 5ാമത്തെ കീ ടേംസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓൾറെഡി ഞാൻ പറഞ്ഞു പോയതാണ്. മൂന്നാമത്തെ പറഞ്ഞ ടാക്സ് എക്സ്പെൻസ് ആണ്. എന്താണ് ഈ ടാക്സ് എക്സ്പെൻസ്? ടാക്സ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ടാക്സ് എക്സ്പെൻസ് പ്ലസ് ഡെഫേർഡ് ടാക്സ് എക്സ്പെൻസ്. അതിൻ്റെ രണ്ടിനെ സം ടോട്ടലാണ് ടാക്സ് എക്സ്പെൻസ്. അതായത് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം എത്രയാണോ പേ ചെയ്യാനുള്ള ആ എക്സ്പെൻസ് പ്ലസ് എന്തെങ്കിലും ഡെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്. ഇനി ഡെഫർ ചെയ്തിരിക്കുന്ന ഇൻകം ആണെന്നുണ്ടെങ്കിൽ അതിനെ ലെസ് ചെയ്യണം. അതായത് കറണ്ട് ടാക്സ് എക്സ്പെൻസ് ലെസ് ഡെഫേർഡ് ടാക്സ് ഇൻകം. ഇതാണ് ടാക്സ് എക്സ്പെൻസ്. അക്കൗണ്ടിങ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രോഫിറ്റ് ആസ് പെർ ബുക്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയതാണ്. ടാക്സബിൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് കാൽക്കുലേറ്റഡ് ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് ഇൻകം ടാക്സ് ആക്ട് 1961. ഇതാണ് ഡെഫേർഡ് ടാക്സിൻ്റെ കൺസെപ്റ്റ്. ഇതാണ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 12-ലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇനിയും കൂടുതൽ പറയാനുണ്ട്. ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 12 എന്ന് പറഞ്ഞാൽ ഒരു വലിയ സ്റ്റാൻഡേർഡാണ് ആൻഡ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റാൻഡേർഡ്. പക്ഷേ നിങ്ങൾക്ക് അത്രയും ഇൻഡെപ്തായിട്ട് പഠിക്കാനില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ കുറച്ച് കീ ടേംസും ഡെഫേർഡ് ടാക്സിൻ്റെ കാര്യങ്ങളും മാത്രമേ പറയുന്നുള്ളൂ. ഇനി പറയാനാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്. ക്യാരിയിങ് വാല്യൂ എന്താണെന്നൊക്കെ പറയേണ്ട, ഒന്നും പറയുന്നില്ല. ഇനി അടുത്ത പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനിൽ നിങ്ങൾക്ക് ഞാൻ എന്ത് തരും? ഇതിൻ്റെ ഇല്ലസ്ട്രേഷൻസ് തരും. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങൾ Ind AS 12 ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ Ind AS 12 ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. നിങ്ങൾ നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.